ഒരു ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മളിവിടെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നിങ്ങളുടെ മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണിത്. നോക്കൂ, ഇവിടെ ഇതാണ് ഇതിൻ്റെ പ്രോബ്ലം. തന്നിരിക്കുന്നത് പാസ്ബുക്ക് ബാലൻസാണ് തന്നിരിക്കുന്നത്. പാസ്ബുക്ക് തന്നെ ഡിപ്പോസിറ്റ് ബാലൻസാണ് തന്നിരിക്കുന്നത്. നമുക്ക് ഇതേപോലെ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ തയ്യാറാക്കുന്നു. ശേഷം നമ്മൾ 2 എമൗണ്ട് കോളമാണ് ഇവിടെ ആഡ് കോളവും ലെസ് കോളവും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. ശേഷം നമുക്ക് പാസ്ബുക്ക് ബാലൻസിന് തന്നെ തുടങ്ങാം. പാസ്ബുക്ക് ബാലൻസിന് തുടങ്ങുക എന്ന് പറഞ്ഞാൽ പാസ്ബുക്കിനെ കൂട്ടിയും കുറച്ചും ക്യാഷ് ബുക്കിനൊപ്പം എത്തിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇതിപ്പോൾ ക്യാഷ് ബുക്ക് എന്നാണ് തുടങ്ങിയതെങ്കിൽ ക്യാഷ് ബുക്കിനെ കൂട്ടിയും കുറച്ചും പാസ്ബുക്കിനോടൊപ്പം എത്തിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഒന്നാമത്തെ ഒരു ഡിഫറൻസ് പറഞ്ഞിരിക്കുന്നത് 3 ചെക്ക് ഇഷ്യൂ ചെയ്തു. 4200, 3400, 3300. ഈ 3 ചെക്ക് ഇഷ്യൂ ചെയ്തതിൽ 3400 രൂപയുടെ ചെക്ക് ഇതുവരെ ബാങ്കിൽ കൊണ്ടുവന്ന് പ്രസൻറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ചെക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ തന്നെ ക്യാഷ് ബുക്കിൽ ഇത് കുറവ് ചെയ്യും. പക്ഷേ പാസ്ബുക്കിൽ കുറയണമെന്നുണ്ടെങ്കിൽ ചെക്ക് ബാങ്കിൽ ചെല്ലണം. 3400 രൂപയുടെ ചെക്ക് ബാങ്കിൽ ചെന്നിട്ടില്ല. അതിൻ്റെ അർത്ഥം ക്യാഷ് ബുക്ക് കുറഞ്ഞു നിൽക്കുന്നു, പാസ്ബുക്ക് കൂടി നിൽക്കുന്നു. അപ്പോൾ പാസ്ബുക്കിനെ ക്യാഷ് ബുക്കിനോടൊപ്പം എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പാസ്ബുക്കിനെ 3400 രൂപയ്ക്ക് കുറയ്ക്കണം. നമുക്ക് ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് നമ്മൾ കുറയ്ക്കേണ്ടത് കൊണ്ട് അതിനെ ലെസ്സിൻ്റെ കോളത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി. ഓക്കെ, ദെൻ രണ്ടാമത് നോക്കി, 2 ചെക്ക് നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്തു. 4000-ൻ്റെയും 3000-ൻ്റെയും 2 ചെക്കാണ് നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്തത്. പക്ഷേ 4000 രൂപയുടെ ചെക്ക് ഇതുവരെ ബാങ്ക് ക്ലിയർ ചെയ്തിട്ടില്ല. അപ്പോൾ എന്താണ് കാര്യം? ചെക്ക് ഡിപ്പോസിറ്റ് ചെയ്തപ്പോൾ തന്നെ ക്യാഷ് ബുക്കിൽ കൂട്ടി. എന്നാൽ ചെക്ക് ക്ലിയർ ആകാത്തത് കൊണ്ട് പാസ്ബുക്കിൽ അത് കൂടത്തില്ല. അതായത് ക്യാഷ് ബുക്ക് കൂടി നിൽക്കുന്നു, പാസ്ബുക്ക് കുറഞ്ഞു നിൽക്കുന്നു. പാസ്ബുക്കിനെ ക്യാഷ് ബുക്കിനോടൊപ്പം എത്തിക്കാൻ വേണ്ടിയിട്ട് പാസ്ബുക്കിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? കൂട്ടണം. സോ ചെക്ക് ഡിപ്പോസിറ്റഡ് ബട്ട് നോട്ട് കളക്റ്റഡ് നമ്മൾ എന്ത് ചെയ്യുന്നു? 4000 രൂപ കണ്ട് കൂട്ടുന്നു. ഇനി ബിൽ റിസീവബിൾ കളക്റ്റഡ് ബൈ ബാങ്ക്, അതായത് ബില്ല് നമുക്ക് ബിസിനസ്സിന് കിട്ടാനുണ്ടായിരുന്ന ഒരു ബില്ല് ബാങ്ക് കളക്ട് ചെയ്തു. ബാങ്ക് കളക്ട് ചെയ്തപ്പോൾ പാസ്ബുക്ക് കൂടി, പക്ഷേ ക്യാഷ് ബുക്ക് കൂടിയില്ല. അതായത് പാസ്ബുക്ക് ക്യാഷ് ബുക്കിനേക്കാളും കൂടി നിൽക്കുന്നു. പാസ്ബുക്കിനെ ക്യാഷ് ബുക്കിനോടൊപ്പം എത്തിക്കാൻ വേണ്ടിയിട്ട് പാസ്ബുക്കിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? കുറയ്ക്കുന്നു. 2800 രൂപയ്ക്ക് കുറയ്ക്കുന്നു. ഇനി ബാങ്ക് ചാർജസ്, ക്യാഷ് ബുക്കിൽ അത് എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. 100 രൂപ ബാങ്ക് ചാർജസ് ഉണ്ടായിരുന്നു. അത് സ്വാഭാവികമായിട്ടും നമ്മൾ ബിസിനസ് അറിയണമെന്നില്ല, അപ്പോൾ തന്നെ അറിയണമെന്നില്ല. അതായത് ബാങ്ക് ചാർജ് ഈടാക്കിയതിൻ്റെ ഭാഗമായിട്ട് പാസ്ബുക്ക് കുറഞ്ഞു കിടക്കുന്നു, ക്യാഷ് ബുക്ക് കൂടി നിൽക്കുന്നു. അതായത് പാസ്ബുക്ക് ക്യാഷ് ബുക്കിനേക്കാളും കുറഞ്ഞു നിൽക്കുന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പാസ്ബുക്കിനെ ക്യാഷ് ബുക്കിനോടൊപ്പം എത്തിക്കാൻ വേണ്ടിയിട്ട് 100 രൂപയ്ക്ക് തിരിച്ച് പാസ്ബുക്കിനെ കൂട്ടണം. കണ്ടോ? ഈ രീതിയിലാണ് ഈ 4 വ്യത്യാസങ്ങളെയും നമ്മൾ പരിഹരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? സാധാരണ ലെഡ്ജർ ബാലൻസ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആയിരിക്കും ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. ഇങ്ങനെയാണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നത്. ഓക്കെ.